ഇവിടുത്തെ കഥകളെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ ആ രാക്ഷസനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? രാക്ഷസൻ, പ്രേതിമ, സന്യാസി, ആട്, കുറുക്കൻ കല്യാണം, അങ്ങനെ എന്തൊക്കെ കഥകളാണ്. വളരെ കൺഫ്യൂഷനായി. കഥയിൽ ചോദ്യങ്ങളില്ല. ഓരോ കഥയ്ക്കും ഓരോ പ്രത്യേകതകളുണ്ട്. കഥകൾ കേട്ടു ആസ്വദിക്കുക എന്നേ ഉള്ളൂ. അങ്ങനെ എന്തായി കഥയുടെ അവസാനം? ആട്ടിൻകുട്ടിയുടെ സ്വയംവരം നടന്നോ? മരം വെട്ടുകാരനും ഭാര്യയും പഴയ രൂപം പ്രാപിച്ചോ? കാടിന്റെ ശാപം മാറിയോ? കല്യാണ പെണ്ണായ നീ തന്നെ പറയൂ. നിന്റെ കഥ എന്താ സത്യത്തിൽ സംഭവിച്ചത്? ഒരിക്കൽ ഞാനും എന്റെ അമ്മയും ഇടവഴിഞ്ഞ പുഴയുടെ തീരത്ത് വെള്ളം കുടിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ദുഷ്ടനായ പുലി പാഞ്ഞു വന്ന് എന്റെ അമ്മയെ ആക്രമിച്ചു, കൊന്നുകളഞ്ഞു, എന്നെ അനാഥയാക്കി. അല്ലേ, അതൊരാടല്ലേ? എന്തിനാണ് കരയുന്നത്? ഇനി രാക്ഷസൻ ഉപദ്രവിച്ചുവോ? എന്റെ അമ്മ എന്നെ വിട്ടുപോയി. എനിക്ക് ആരുമില്ല. ഈ ആടിനെ നമുക്ക് സ്വാമിയെ ഏൽപ്പിച്ചാലോ? ഇനി ഇവളായിരിക്കും നമ്മുടെ എല്ലാം ഭാഗ്യം. നീ കരയണ്ട. ഇവിടെ ഒരു സ്വാമിയുണ്ട്. അദ്ദേഹം നിന്റെ പ്രശ്നം പരിഹരിച്ചു തരും. സത്യമായും അവൻ എന്റെ പ്രശ്നം പരിഹരിക്കുമോ? അതെ, എല്ലാവർക്കും ആശ്രയമായ സ്വാമിയാണവൻ. നമുക്കവനെ വിശ്വസിക്കാം. സ്വാമി, ഞങ്ങൾ സഹായം തേടി വന്നതാണ്. എന്റെ ജീവിതത്തിൽ സംഭവിച്ച ദുഃഖങ്ങൾ ദയവായി എനിക്ക് വഴികാട്ടി തരണമേ. മകനെ, നീ വിഷമിക്കേണ്ട. നീ അനാഥനല്ല. നിന്നെ ആരും ഉപേക്ഷിച്ചിട്ടില്ല. ഇന്നു മുതൽ നിന്നെ എന്റെ ദത്തുപുത്രിയായി സ്വീകരിച്ചിരിക്കുന്നു. ആടും കാടും ചേർന്ന് ചിരിക്കും, ആകാശം പോലും പാട്ടുപാടും. ഇലകളിൽ കാറ്റിൻ താളം, ഹൃദയത്തിൽ സന്തോഷനാദം. പൂക്കൾ പറയും സ്നേഹകഥകൾ, പക്ഷികൾ പാടും മധുരഗീതം. ആടും കാടും കാട്ടിലെ മൃഗങ്ങളും സന്തോഷത്തോടെ ജീവിക്കുന്നു. കൈകോർത്തു നമുക്കു ചേർന്നാൽ ഈ ലോകം സ്വർഗമാകും. സൂര്യൻ ചിരിക്കും പച്ചനിഴലിൽ, മഴവിൽ വരക്കും സ്വപ്നരേഖ. അങ്ങനെ കുറെ നാളുകൾ കടന്നുപോയി. ഒരിക്കൽ സ്വാമി എന്നെയും എല്ലാ മൃഗങ്ങളെയും വിളിച്ചു. ഒരു സഭ കൂടി. ഞാൻ ഉൾപ്പെടുന്ന എല്ലാ മൃഗങ്ങളും അവിടെ എത്തിച്ചേർന്നു. നീലിയുടെ സ്വയംവരം ഞങ്ങൾ സന്തോഷത്തോടെ പ്രഖ്യാപിക്കുന്നു. എല്ലാ മൃഗങ്ങൾക്കും പങ്കെടുക്കാം. നീലിയാടിന് ഇഷ്ടപ്പെട്ട വരനെ അവൾ തന്നെ കണ്ടുപിടിക്കട്ടെ. അവൾ സന്തോഷമായി ജീവിക്കട്ടെ. അങ്ങനെ എന്റെ സ്വയംവരം നടത്താനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. എല്ലാം മനോഹരമായി വേണം. ഇന്നാണ് ആട്ടിൻകുട്ടിയുടെ വലിയ ദിവസം. അതെ, മുഴുവൻ കാടും ആഘോഷമാകണം. ഈ സിംഹാസനം അവൾക്കുള്ളതാണ്. ഇവിടെ ഇരിക്കും നമ്മുടെ നീലി, രാജകുമാരിയെ പോലെ. അങ്ങനെ ആ ദിവസം വന്നു. ഇന്നാണ് ഈ കാടിനും ഇവിടുത്തെ മൃഗങ്ങൾക്കും ശാപമോക്ഷം കിട്ടുന്ന ആ വിലപ്പെട്ട ദിവസം. വാവ്, എത്ര അത്ഭുതകരമായ കാഴ്ച! അതെ, നമുക്ക് റെഡിയാകാം ഇന്നത്തെ കല്യാണം കാണാൻ. എന്തൊരു അത്ഭുത കാഴ്ച! ഈ ദിവസം കാത്തിരുന്നത് വൃഥയല്ല. ഇന്നാണ് എല്ലാം മാറുന്ന ദിവസം. വരന്മാരായ മല്ലന്മാരും മണവാട്ടിയായ നീലിയും വെളുത്തയാട് ഇവിടെ എത്തിയ സ്ഥിതിക്ക് ഇനി നീലി മുന്നോട്ട് വന്നു സ്വയം വരത്തിന് തയ്യാറാക്കേണ്ടതാണ്. ഞാനൊരു ചോദ്യം ചോദിക്കും. അതിന് ഉചിതമായ ഉത്തരം നൽകുന്ന വരനെ ഞാൻ സ്വീകരിക്കും. ചോദിക്കൂ. ഏതെങ്കിലും മൃഗങ്ങൾ അനാഥരായാൽ അവരെ എന്താ ചെയ്യേണ്ടത്? അവരെ ശക്തരാക്കണം. വേട്ടയാടാൻ പഠിപ്പിക്കണം. അവരെ കളിപ്പിച്ച് സന്തോഷിപ്പിക്കണം. അവരെ സംരക്ഷിക്കണം. ഭക്ഷണവും താമസവും നൽകണം. എന്നും നമ്മൾ ഒപ്പമുണ്ടാകുമെന്ന തോന്നൽ അവർക്കുണ്ടാവണം. അവരെ നമ്മളുടേതുപോലെ സ്നേഹിച്ച് ഭക്ഷണവും സുരക്ഷയും നൽകണം.
ആരും ഒറ്റപ്പെടാതിരിക്കണം. ഇതാണ് ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ച ഉത്തരം. സ്നേഹവും കരുതലുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതോടെ നീലി തന്റെ വരനെ തിരഞ്ഞെടുത്ത്. സ്നേഹവും കരുതലും പങ്കുവച്ചാൽ ലോകം കൂടുതൽ സുന്ദരമാകും. ഇത് മനോഹരമായ ഒരു സായാഹ്നമാണല്ലേ? അതെ, നിന്റെ ചിരിയാണ് ഇതിലും മനോഹരം. ഇനി ഇലഞ്ചിക്കൽ കാട് എപ്പോഴും ഇങ്ങനെ സന്തോഷത്തിൽ നിൽക്കട്ടെ. ഇതാണ് ഇലഞ്ചിക്കൽ കാട്ടിന്റെ പുതിയ കഥ. സ്നേഹവും കരുതലും കൊണ്ട് സന്തോഷം തിരികെ കിട്ടിയ കഥ.